ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എത്രയും സ്നേഹിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി പരിശുദ്ധമായ ഈ ഖബറിനോട് ചേർന്ന് ഈ ദേവാലയത്തിൽ ഇരിപ്പാൻ ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയ അവസരത്തിനായിട്ട് ദൈവത്തെ നമുക്കേവർക്കും സ്തുതിക്കാം. ഒരു പ്രദേശം മുഴുവൻ ജലപ്രളയത്താൽ ജനം വലയുന്ന സമയത്ത് ആ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ വന്ന് ജനത്തിൻ്റെ പ്രളയക്കെടുതികൾ കാണുവാനായിട്ട് ഹെലികോപ്റ്ററിൽ കടന്നു വരികയാണ്. മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ജനം വലയുന്നത് കണ്ടിട്ട് മുഖ്യമന്ത്രി കൂടിയിരുന്നവരോട് പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് 100 രൂപയുടെ നോട്ടുകെട്ടുകൾ താഴേക്ക് ഇട്ടുകൊടുക്കുവാനായിട്ട് പോകുകയാണ്. ഉടനെ കൂടിയിരുന്ന സെക്രട്ടറി പറഞ്ഞു, അങ്ങ് 100 രൂപ നോട്ട് ഇടണ്ട, അത് 10 ആക്കിയിട്ട് 10 രൂപ നോട്ടുകെട്ടുകൾ താഴേക്കിടാമെങ്കിൽ അനേകർക്ക് കിട്ടുകയും പതിവിലും സന്തോഷം കൂടുമെന്ന് പറഞ്ഞു. ഇത് കേട്ടുകൊണ്ട് ബുദ്ധിമാനായ മറ്റൊരു വ്യക്തി മുഖ്യമന്ത്രി ഉപദേശിച്ചു, അങ്ങ് 100ന്റെ നോട്ടും ഇടണ്ട, 10ന്റെ നോട്ടും ഇടണ്ട, മറിച്ച് ഈ ഹെലികോപ്റ്ററിൽ നിന്ന് ചാടി ജനത്തിനോടൊപ്പം ചെന്നിരുന്നാൽ നോട്ടുകെട്ട് കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടി സന്തോഷം ഉണ്ടാകും. മാതാപിതാക്കളെ, മുഖ്യമന്ത്രി ചാടുകയോ ചാടാതിരിക്കുകയോ ചെയ്യട്ടെ, ഒരു തെരഞ്ഞെടുപ്പും കൂടി അഭിമുഖീകരിച്ച് പലരെയും നമ്മൾ ഒരു സ്ഥാനത്ത് ആക്കിയിട്ടുണ്ട്. കണ്ടത് കണ്ടു, ഇനിയും കാണുമെന്നോ കൂടെ കാണുമെന്നോ ആരും കരുതണ്ട. പക്ഷേ എൻ്റെ നൊമ്പരങ്ങളിൽ നിങ്ങൾക്ക് സഹായിക്കുന്നതിന് പരിമിതിയുണ്ട്, നിങ്ങളുടെ നൊമ്പരങ്ങളിൽ നിന്റെ സഹോദരനെ സഹായിക്കുന്നതിന് പരിമിതിയുണ്ട്. പക്ഷെ നിന്റെ ഏത് ദുരന്തത്തിലും ദുഃഖത്തിലും നോട്ടുകെട്ടുകളായിട്ടല്ല, കൂടെ ഒപ്പം താങ്ങും തണലുമായി ആശ്വസിപ്പിക്കുന്ന, ബലപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ഞാനും നിങ്ങളും വിശ്വസിക്കണം. അവന് മാത്രമേ നമ്മുടെ നൊമ്പരങ്ങളെ മാറ്റുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പരിശുദ്ധനായ പരമലക്കൊച്ചു തിരുമേനിയുടെ പെരുന്നാൾ ഒരിക്കൽ കൂടി നമ്മൾ ആഘോഷിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്തു. മാതാപിതാക്കളെ, കഴിഞ്ഞ ശനിയാഴ്ച, പെരുന്നാളിന് മുമ്പുള്ള ശനിയാഴ്ച, അക്രൈസ്തവനായ ഒരു മത്സ്യത്തൊഴിലാളിയുടെ സാക്ഷ്യം ഈ ഖബറിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന അനുഭവം എന്നോട് പറയുകയുണ്ടായി. ഞാൻ സേവനമനുഷ്ഠിക്കുന്നത് അമിച്ചഗിരി സെന്റ് മേരീസ് പള്ളിയ, എടത്തുവ ഭാഗത്ത് ഒരു ആറ്റിൻതിട്ടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ഒരു ദേവാലയമാണ്. ഈ ദേവാലയത്തിന്റെ മുമ്പിലായി ആറ്റുതീരത്ത് ഒരു കുരിശടിയും ഉണ്ട്. എല്ലാ സന്ധ്യാസമയങ്ങളിലും മത്സ്യബന്ധനത്തിന് പോകുന്ന ഓരോ മത്സ്യത്തൊഴിലാളികളും ഇടുന്ന ചില്ലിക്കാശാണ് അതിൻ്റെ ഭണ്ഡാരം നിറയ്ക്കുന്നത്. അങ്ങനെ പതിവ് പോലെ ഈ മത്സ്യത്തൊഴിലാളിയും ഒരു സന്ധ്യാസമയത്ത് മത്സ്യബന്ധനത്തിന് പോകുന്നതിന് മുമ്പായി അദ്ദേഹം 1 രൂപ തൊട്ട് ആ കുരിശടിയിൽ ഇട്ടിട്ട് പരുമല ഭാഗത്തേക്ക് മത്സ്യബന്ധനത്തിനായിട്ട് കടന്നു വരികയാണ്. രാത്രിയിൽ വലയിട്ടിട്ട് മത്സ്യം കിട്ടാനായി നോക്കിയിരിക്കുകയും വിശ്രമിക്കാനായി ഈ ആറ്റുതീരത്തുള്ള ഒരു കടമുറിയിൽ അദ്ദേഹം കയറി കിടക്കുകയാണ്. കിടക്കുന്നത് കൂന പോലെയുള്ള വലിയൊരു വലക്കൂനയുടെ മുകളിലാണ് ഈ മനുഷ്യൻ കിടന്ന് ഉറങ്ങുന്നത്. ഉറക്കത്തിന്റെ അഗാധമായ നിദ്രയിലേക്ക് കടന്നു വന്ന ഉടനെ പെട്ടെന്ന് ഈ മനുഷ്യന്റെ പുറത്ത് ആരോ പടോന്നും പറഞ്ഞ് ആഞ്ഞ് അടിക്കുകയാ. പെട്ടെന്ന് ഉണർന്നു, പക്ഷെ ആരെയും കണ്ടില്ല. തോന്നിയതാന്ന് കരുതിക്കൊണ്ട് ആ മനുഷ്യൻ അങ്ങ് കിടന്നുറങ്ങുകയും ചെയ്തു. വീണ്ടും ഇതേപോലെ ശക്തിയായി ഈ മനുഷ്യന്റെ പുറത്തിട്ട് അടിച്ചിട്ട് പറയുകയാണ്, ഇവിടുന്ന് മാറിക്കിടക്കട എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതും കേട്ടു. ആ മനുഷ്യൻ ആ വലക്കൂനയുടെ മുകളിൽ നിന്ന് എഴുന്നേറ്റ് അതിനോട് ചേർന്ന ഒരു അരമതിലിൽ കിടന്ന് സുഖകരമായിട്ട് ഉറങ്ങി. രാവിലെ ഉണർന്ന് വലക്കൂനയിലേക്ക് നോക്കുമ്പോൾ 8 അടി നീളമുള്ള ഒരു മൂർഖൻ പാമ്പ് വലയ്ക്കകത്ത് പെട്ട് ചത്ത് കിടക്കുകയാ. അക്രൈസ്തവനായ ആ മനുഷ്യൻ കരുതുന്നത് മറ്റാരുമല്ല, പരിശുദ്ധനായ പരുമലക്കൊച്ചു തിരുമേനിയാണ് ഈ പാമ്പിന്റെ ഇടയിൽ നിന്ന് കടിയേൽക്കാതെ എന്നെ രക്ഷിച്ചതെന്ന് പറയുന്ന മഹത്തരമായ സാക്ഷ്യം, ജീവിക്കുന്ന ശക്തി ഈ ഖബറിൽ നിന്ന് ഇന്നും ഒഴുകുന്നത് എനിക്കും നിങ്ങൾക്കും ഇന്നും അനുഭവമാ, സാക്ഷ്യമാ. മാതാപിതാക്കളെ,
ശക്തി ചോർന്നിട്ടില്ലാത്തത് കൊണ്ട് വരുന്നവർക്കെല്ലാം അനർഗളമായി അത് ലഭിക്കുകയും ചെയ്യും. യാതൊരു സംശയവുമില്ല. പെരുന്നാളുകൾ എന്ന് പറയുന്നത് അതിജീവനത്തിന്റെ ആഘോഷങ്ങളാ. പെരുന്നാളുകൾ എന്ന് പറയുന്നത് അതിജീവനത്തിന്റെ ആഘോഷങ്ങളാ. അതായത് എന്നെപ്പോലെ നിങ്ങളെപ്പോലെ കഷ്ടത അനുഭവിച്ച, ദുരിതങ്ങളും ദുഃഖങ്ങളും മാത്രം അനുഭവിച്ച ഒരു മനുഷ്യർ ദൈവത്തിന് മുമ്പാകെ പുറുപുറുക്കാതെ ദൈവസന്നിധിയിൽ നേടിയ അനുഭവത്തിന്റെ സമ്പത്താണ് പെരുന്നാളുകളായി ഞാനും നിങ്ങളും ആഘോഷിക്കുന്നത്. നമ്മളെല്ലാവരും എല്ലാ പെരുന്നാളിന് മുമ്പായിട്ടും ഈ ദേവാലയത്തിന്റെ 3 കൊടി മരത്തിന്റെ ചുവട്ടിലും കൊടി ഉയർത്തുന്ന സമയത്ത് അനേക ആൾക്കാര് വെറ്റില കഷ്ണങ്ങൾ എറിയുന്നത് നാം എല്ലാവരും കാണാറുണ്ട്. ഓരോ വർഷം കഴിയും തോറും വെറ്റിലയുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ചിലപ്പം തന്നെ വിചാരിച്ചിട്ടുണ്ട് ആകാശത്ത് നിന്ന് വെറ്റില മഴയാണോ നമ്മുടെ ശരീരത്തേക്ക് ഒഴുകുന്നതെന്ന്. അതിന്റെ കാരണം കഴിഞ്ഞ ഇടയ്ക്ക് ഒരു മനുഷ്യൻ എന്നോട് പറഞ്ഞത് മറ്റൊന്നുമല്ല, പരിശുദ്ധനായ പരമല കൊച്ചു തിരുമേനി ഏറ്റവും അവസാനമായിട്ട് ഒരു കർമ്മം തന്റെ പൗരോഹിത്യ ശുശ്രൂഷയെ നിർവഹിച്ചത് എൻ്റെ സ്വന്തം ഇടവകയായ എരുതോട് വീവരം പള്ളിയിൽ വന്നാണ് അവസാനമായിട്ട് ഒരു വിവാഹ ശുശ്രൂഷ നടത്തുന്നത്. വിവാഹ ശുശ്രൂഷയുടെ ഇടയിൽ കയ്യിൽ നിന്ന് മണവാളനോ മണവാട്ടിക്കോ ഇടേണ്ട മോതിരം കയ്യിൽ നിന്ന് നിലത്തു പോകുമ്പോൾ തിരുമേനി പറയുന്നുണ്ട്, അത് മണവാളന്റെയോ മണവാട്ടിക്കോ വരാനിരിക്കുന്ന ദോഷമല്ല, എൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിന്റെ തന്നെ ഒരു മുന്നോടിയാണ് എന്ന്. അവസാനമായി ആ വീയപുരം പള്ളിയിൽ നിന്ന് ശുശ്രൂഷ നടത്തിയിട്ട് തിരുമേനി ഈ പഴയ വീട്ടിൽ വന്ന് കിടക്കുകയാ. ഇതേ സമയം തിരുമേനിയുടെ ശരീരത്തിൽ വസൂരി രോഗം പിടിപെട്ടു. ഉടനെ വൈദ്യന്മാരൊക്കെ സഭാവിശ്വാസികളൊക്കെയും തിരുമേനിയെ ചികിത്സിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന സമയത്ത് തിരുമേനി പറഞ്ഞൊരു വാക്കുണ്ട്, തന്നവൻ ദൈവമാണെങ്കിൽ തന്നവൻ തന്നെ എടുത്തുകൊള്ളും. വസൂരി രോഗം തന്നത് ദൈവമാണ് എങ്കിൽ ആ ദൈവത്തിന് തന്നെ വസൂരി രോഗത്തെ മാറ്റുവാൻ സാധിക്കുമെന്ന് ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് തിരുമേനി ചികിത്സയ്ക്ക് വിധേയപ്പെടുവാൻ തയ്യാറായില്ല. ഉടനെ ബ്രാഹ്മണനായ ഒരു വൈദ്യൻ വന്നിട്ട് തിരുമേനിയോട് പറയുക, അല്ലയോ തിരുമേനി, അങ്ങ് ചികിത്സകളൊന്നും നടത്തേണ്ട, പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം അങ്ങൊന്ന് ചെയ്യാമോ? മറ്റൊന്നുമല്ല, അങ്ങയുടെ കിടക്കയുടെ മുകളിലായി വെറ്റില ഇലകൾ നിരത്തി വച്ചിട്ട് അതിൻ്റെ മുകളിൽ അങ്ങൊന്ന് കിടന്നുറങ്ങിയാൽ വിശ്രമിച്ചാൽ മാത്രം മതി. ആ വാക്ക് തിരുമേനി കേൾക്കുകയും വസൂരി രോഗം പിടിപെട്ടിരിക്കുന്ന തിരുമേനി കിടക്കയുടെ മുകളിൽ വെറ്റില ഇലകൾ നിരത്തി വച്ച് കിടന്നുറങ്ങിയതിന്റെ ഫലമായി തിരുമേനിയുടെ ശരീരത്തിൽ നിന്ന് വസൂരി രോഗം സാവധാനം മങ്ങി ആ രോഗത്തിൽ നിന്ന് വിടുതൽ ലഭിച്ചു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ആ ഒരു ഇലയ്ക്ക് തിരുമേനിക്ക് സൗഖ്യം നൽകാൻ സാധിച്ചുവെങ്കിൽ ഇന്ന് എൻ്റെ പ്രാർത്ഥന, നിങ്ങളുടെ പ്രാർത്ഥന നേർച്ചയായിട്ട് തിരുമേനിയുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാനായിട്ടാണ് വെറ്റില കഷ്ണങ്ങൾ ഓരോ പെരുന്നാളിനും കൊടിയുയർത്തുമ്പോൾ ജനങ്ങൾ ആകാശത്തിലേക്ക് ദൈവസന്നിധിയിലേക്ക് എറിയുന്നത്. ഓർക്കുക, എന്ത് നേർന്നാലും ദൈവം തമ്പുരാൻ നടത്തും, അതിന് യാതൊരു സംശയവുമില്ല. മാതാപിതാക്കളെ, അങ്ങനെയെങ്കിൽ ആ അനുഭവം എനിക്ക് നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളതാണ്. പക്ഷേ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഉള്ളിലുള്ള ആന്തരികമായ വിശുദ്ധി കൊണ്ട് മാത്രമേ ഇങ്ങനെ നിഷ്കളങ്കമായ ചെറിയ ചെറിയ ജീവിതത്തിൽ പോലും നടത്തുന്ന ദൈവ നടപ്പിന്റെ വലിപ്പം എനിക്ക് നിങ്ങൾക്കും തിരിച്ചറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. പല നിറത്തിലുള്ള ബലൂൺ വിൽക്കുന്ന കച്ചവടക്കാരനെ ഒരു കൊച്ചുകുട്ടി ദൂരെ നിന്ന് ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. പച്ചയും ചുമലയും പല നിറത്തിലുള്ള ബലൂണുകൾ ഈ ബലൂൺ കച്ചവടക്കാരൻ കച്ചവടം ചെയ്യുന്നുമുണ്ട്, മുകളിലേക്ക് പറപ്പിക്കുന്നുമുണ്ട്. എന്നാൽ കറുത്ത ഒരു ബലൂൺ മാത്രം ആ കച്ചവടക്കാരൻ പറപ്പിക്കുന്നില്ല. ഈ കുട്ടി എന്ന് ആ ബലൂൺ കച്ചവടക്കാരനോട് ചോദിക്കുകയാ, പല നിറത്തിലുള്ള ബലൂൺ അങ്ങ് പറത്തുന്നുണ്ടല്ലോ, എന്താണ് കറുത്ത ബലൂൺ മാത്രം അങ്ങ് പറത്തിക്കാത്തത്? ഉടനെ ബലൂൺ കച്ചവടക്കാരൻ പറഞ്ഞു, കുഞ്ഞേ, നിറത്തിലല്ല കാര്യം, ഉള്ളിലെന്താണ് അതാണ് കാര്യം. നിറത്തിലല്ല കാര്യം, വലിപ്പത്തിലല്ല കാര്യം, കുടുംബ മഹിമയിലല്ല കാര്യം, ഉടുത്തോണ്ട് വന്നിരിക്കുന്ന വസ്ത്രത്തിനല്ല വലിപ്പം,
നിന്റെ ഉള്ളിൽ ദൈവത്തെക്കുറിച്ചുള്ള ആഗ്രഹം അത്രത്തോളമാണ് ഈ പകൽക്കാലം ഈ കബറിടത്തിൽ നിന്ന് ദൈവത്തിന്റെ ശക്തി എന്റെയും നിങ്ങളുടെയും ഉള്ളിലേക്ക് മാരി പോലെ പ്രവഹിക്കുന്നത്. അല്പസമയം നിങ്ങളോടൊത്ത് ചിന്തിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 33 മുതൽ 41 വരെ 2 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 33 മുതൽ 42 വരെയുള്ള വാക്യം. ആദ്യത്തെ 2 വാക്യം ഒന്ന് വായിച്ചാട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 33 മുതൽ 42 വരെ. 33-ഉം 32-ഉം വായിച്ചാട്ടെ, 4-ഉം വായിച്ചാട്ടെ. ഗ്രഹസ്ഥനായൊരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, അതിന് വേലി കെട്ടി, അതിൽ ചക്കു കുടിച്ചിട്ട് ഗോപുരവും പണിതു. പിന്നെ കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് പരദേശത്ത് പോയി. ഈ വേദഭാഗത്തിന്റെ ആരംഭം 21-ാം അധ്യായത്തിൽ. അതിനു മുമ്പേ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഒരു ട്രാൻസ്പോർട്ട് ബസ് ഓടിക്കുന്ന ഡ്രൈവറും ഒരു ഉപദേശിയും സ്വർഗത്തിലേക്കും നരകത്തിലേക്കും കടക്കുന്ന കവാടത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് പത്രോസ്ലീഹ ഒരു കാര്യം ചെയ്തു. ഉപദേശിക്ക് നരകം കൊടുത്തു, ട്രാൻസ്പോർട്ട് ബസ് ഓടിച്ച ഡ്രൈവറിന് സ്വർഗവും കൊടുത്തു. ജനത്തിനും പരിഭ്രാന്തമായി. എല്ലാവരും പത്രോസിനോട് ചോദിച്ചു, നിന്റെ വേല ചെയ്ത ഉപദേശിക്ക് എന്തിനാ നീ നരകം കൊടുത്തത്? പത്രോസ്ലീഹ പറഞ്ഞു, കർത്താവ് ഇപ്പം വരും, അന്നേരം നിങ്ങൾക്ക് ഉത്തരം കേൾക്കാം. കർത്താവ് വന്നു. ജനവും ചോദിച്ചു, ദൈവവേല ചെയ്ത ഉപദേശിക്ക് എന്തിനാ നരകം കൊടുത്തത്? ട്രാൻസ്പോർട്ട് ബസ് ഓടിച്ച ഡ്രൈവറിന് എന്തിനാ സ്വർഗം കൊടുത്തത്? മാതാപിതാക്കളെ, ഉപദേശിമാർ പ്രസംഗിക്കുമ്പോൾ, പുരോഹിതന്മാർ പ്രസംഗം തുടങ്ങുന്ന ഉടനെ പലരും കർത്താവിൽ നിദ്ര പ്രാപിക്കും. അതായത് മതി എൻ്റെ അച്ഛ എന്നും പറഞ്ഞ് തല താഴോട്ട് കുനിക്കും. എന്നാൽ കേരളത്തിന്റെ റോഡുകളുടെ ഒരു ഗതി അനുസരിച്ച് ഹരിപ്പാട്ട് നിന്ന് എറണാകുളത്തേക്ക് ടിക്കറ്റ് എടുത്ത് ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ യാത്ര ചെയ്താൽ ഓരോ ഗട്ടറിൽ വീഴുന്നുടനെയും എൻ്റെ ദൈവമേ എന്ന് നിലവിളിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ ദൈവമേ എന്ന് വിളിപ്പിച്ച ട്രാൻസ്പോർട്ട് ബസ് ഓടിച്ച ഡ്രൈവറിന് സ്വർഗവും ഉറക്കി ഉപദേശിക്ക് നരകവും. പാവം പിടിച്ച പ്രിൻസച്ചൻ പരുമലപ്പള്ളി വന്നൊന്ന് പ്രസംഗിഞ്ഞെന്നോർത്ത് നിങ്ങൾ എന്നെ നരകത്തിൽ വിടാൻ ഇടയാകരുത്. മനസ്സിലായല്ലോ? ഉറക്കം വരുന്നവരും എണ്ണീറ്റ് പോകേണ്ടവരും ഇപ്പോഴേ അങ്ങ് എണ്ണീറ്റ് പോയേക്കണം. ഇടയ്ക്ക് ജനത്തിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ ആരും എഴുന്നേറ്റ് പോകുകയും ചെയ്യരുത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 33 മുതൽ 42 വരെയുള്ള വേദഭാഗത്തിന്റെ ഉള്ളടക്കം. യേശു തമ്പുരാൻ തന്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിന്റെ ഇടയിൽ ഓശാന പെരുന്നാളിന്റെ മുന്നോടിയായിട്ട് കഴുതപ്പുറത്ത് യെരുശലേമിലേക്ക് പ്രവേശിക്കുകയും ജനം കുരുത്തോലകൾ വാർത്തിക്കൊണ്ട് ഓശാന ഓശാന എന്ന് യേശു തമ്പുരാന്റെ മുമ്പാകെ പാടി സ്തുതിക്കുകയാണ്. യെരുശലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന യേശു തമ്പുരാൻ കാണുന്നത് കച്ചവടക്കാരെയും മേടിക്കുന്നവരെയും വിൽക്കുന്നവരെയും കണ്ടിട്ട് ചാട്ടവാറിനടിച്ച് അവരെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. പോകുന്ന വഴിക്ക് ഒരു അത്തിവൃക്ഷം കാണുകയും അതിൽ നിന്ന് ഒരു ഫലവും കാണാതിരുന്നതിന്റെ ഫലമായി ആ അത്തിയെ ശപിക്കുകയും അത്തി ഉണങ്ങി പോകുകയും ചെയ്തു. അതിനുശേഷം പരീശന്മാര് യേശു തമ്പുരാനോട് ചോദിക്കുകയാണ്, നീ ആരുടെ നാമത്തിലാണ്, ആരുടെ ശക്തിയിലാണ് ഈ വൻകാര്യങ്ങൾ ചെയ്യുന്നത്? അതിന്റെ മറുപടിയായിട്ട് യേശു തമ്പുരാൻ 2 ഉപമകളാ പറയുന്നത്. ഒന്നാമത്തെ ഉപമ പറയുന്നത് മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 28 മുതലുള്ള വാക്യങ്ങളിൽ, ഒരു മനുഷ്യന് 2 പുത്രന്മാരുണ്ടായിരുന്നു. മുന്തിരിത്തോട്ടം കാപ്പാനായിട്ട് മൂത്ത മകനോട് പറഞ്ഞു, മകനെ ഇന്ന് നീ എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യുക എന്ന് പറഞ്ഞു. എനിക്ക് മനസ്സില്ല എന്ന് അവൻ പറഞ്ഞു. എങ്കിലും പിന്നത്തേതിൽ അനുതപിച്ച് അവൻ മടങ്ങി വന്നു. രണ്ടാമത്തവനോട് പറഞ്ഞു,